പ്രൊട്ടക്ട് ചെയ്ത് ഈ 4 പേരുടെയും സേഫ്റ്റി നോക്കി ഞാൻ അത്രയ്ക്ക് സ്ട്രെസ് എടുത്തിട്ടുണ്ട്. നാലു പേരെയും നോക്കി പ്രൊട്ടക്ഷൻ കൊടുത്ത് ഭയങ്കരമായിട്ട് ഞാൻ എന്തൊക്കെ ആയിട്ടുണ്ടെന്നാണ് അമ്മച്ചി പറയുന്നത്. അതാണ് സംഭവം. ഇപ്പൊ ജനങ്ങൾ പറയുന്നത് ദിയാകൃഷ്ണൊക്കെ പേളിമാണിയെ കണ്ടു പഠിക്കണം എന്നുള്ളതാണ്. നമുക്ക് ആ വീഡിയോ ഒന്ന് പരിശോധിക്കാം. അതിനു മുന്നേ അമ്മച്ചി രംഗത്ത് വന്നിട്ടുണ്ട്, കാണാം. ഞാൻ ഇവിടെ പ്രൊട്ടക്ട് ചെയ്ത് ഈ 4 പേരുടെയും സേഫ്റ്റി നോക്കി ഞാൻ അത്രയ്ക്ക് സ്ട്രെസ് എടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ അവരുടെ ദേഹത്ത് ഒരാള് പോലും ഒരു റോങ് ആയിട്ടൊന്നും സ്പർശിക്കാതെ, അവരുടെ അടുത്ത് ആരും റോങ് ആയിട്ടൊന്നും ബിഹേവ് ചെയ്യാതെ, അതിന് എന്റെ ഈ കണ്ണും എന്റെ മനസ്സും ഓടി ഞാൻ തളർന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ തളർന്ന് അവിടെ ഇരുന്ന സമയത്താവും പലപ്പോഴും പലതും നടന്നിട്ടുള്ളത്. തോന്നിച്ച് പറഞ്ഞ വാക്കിന് ദിയാകൃഷ്ണയുടെ തന്നെ ഒരു വീഡിയോ കാണാം. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു അഖിൽ, പുള്ളിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ഇവൻ. അപ്പൊ അഖിലിനെ കാണാനായിട്ട് അഖിലും ഇവര് ഒരുമിച്ച് നിൽക്കുക. വേറെ ഞാൻ അഖിലിനെയും കെട്ടിപ്പിടിച്ച് അവിടെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുക. പക്ഷെ ഇവനെ ഞാൻ കണ്ട പോലും ഇല്ല ഇവിടെ. അഖിലിനെ കെട്ടിപ്പിടിച്ച് അവിടെ നിൽക്കുകയായിരുന്നു. പക്ഷെ മാതാവ് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ നല്ലപോലെയാണ് വളർത്തിയെന്നുള്ളതാണ്. തൊട്ടപ്പുറത്ത് അശ്വിൻ ഉണ്ടായിരുന്നു അത്ര ഇപ്പത്തെ കെട്ടിയോനെ. അതായത് ബെസ്റ്റ് ഫ്രണ്ടിന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഓൻ. ഈ ബെസ്റ്റ് ഫ്രണ്ട് ബെസ്റ്റ് ആക്കി ഞങ്ങൾ ഒഴിവാക്കിയപ്പോ ആ ബെസ്റ്റ് ഫ്രണ്ട് കയറി വന്ന് ഇത്രേ ഉള്ളൂ. പോലും എടുത്തില്ലായിരുന്നു. അത് മൻസൂറിനെ ഞാനാ കൊണ്ടുപോകും. 4 പേർക്കും 4 സ്വഭാവം തന്നെയാണ്. ഞാനതങ്ങനെ ഓവർ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പാരന്റ്സ് അല്ല. വെരി ഹാപ്പി വിത്ത് മൈ ഗേൾസ്. അതെ, വെരി ഹാപ്പി വിത്ത് മൈ ഗേൾസ് എന്നുള്ളതാണ്. ഓക്കെ, നല്ല അടിപൊളി ഫാമിലിയാണ് കേട്ടോ. പക്ഷെ എനിക്ക് കാണിക്കാനുള്ളത് മറ്റൊരു വീഡിയോ ആണ്. അതൊന്ന് കണ്ടോ നിങ്ങൾ. അമ്മായിമ്മ ഞാൻ അമ്മയായിട്ട് തന്നെ കാണുന്നത്. ഞാൻ എന്റെ അമ്മയായിട്ട് വഴക്കുണ്ടാക്കുന്ന പോലെ തന്നെ ഞാൻ അമ്മയുമായിട്ട് വഴക്കുണ്ടാക്കാറ്. ഞങ്ങൾ അമ്മ ആദ്യമൊക്കെ ഈ പറയുന്ന പോലെ ഫുള്ളായിട്ട് ഒരു പോസിറ്റീവ് രീതിയിലായിരുന്നില്ല. ഞങ്ങളുടെ കല്യാണം തുടങ്ങിയത് അങ്ങനെ ആയിരുന്നില്ല. പക്ഷെ ഗ്രാജുവലി ഞങ്ങൾക്ക് രണ്ടുപേരും ഞങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്ന സപ്പോർട്ട് അറിയാം. ആൻഡ് ഈവൻ മാലിക്കിന്റെ സെറ്റിൽ അമ്മയായിരുന്നു എന്റെ കൂടെ. എന്റെ ഹോൾ ഷൂട്ടില് അമ്മയായിരുന്നു എന്റെ കൂടെ നിന്ന്. ഷി വാസ് വർക്കിംഗ് ആസ് എ ടീച്ചർ. അമ്മ ഒരു 30 വർഷം ടീച്ചറായിട്ട് വർക്ക് ചെയ്ത ആളായിരുന്നു. അമ്മ അതുപോലും വേണ്ടാന്ന് വെച്ചിട്ട് അമ്മ എന്റെ കൂടെ ഷൂട്ടിന് വന്നിട്ടുണ്ട്. അതായത് എന്റെ ഡെലിവറി റൂമിൽ അമ്മയായിരുന്നു ഉണ്ടായിരുന്നത്, ബാലേട്ടനായിരുന്നില്ല. അത് എന്റെ അമ്മയല്ല, എന്റെ അമ്മായിയമ്മയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം അമ്മയ്ക്ക് എന്റെ ലൈഫിലുള്ള സ്ഥാനം എന്ന് പറയുന്നത്. രഞ്ജു, ഈ മാല എങ്ങനെയുണ്ടെന്ന് നോക്ക്. എങ്ങനെയുണ്ടടി? ഇഷ്ടായോ? ആര്യക്ക് ഇഷ്ടായോടി? ഈ മാല എങ്ങനെയുണ്ട്? ഞാൻ നിങ്ങൾക്ക് കാണില്ല. അതെ, നോക്കട്ടെ. മാവുണ്ടോ? बहुत अच्छा. ഇഷ്ടായോ? വെളിച്ചത്തിൽ നിന്ന് നോക്കട്ടെ. നല്ല മാല കേട്ടോ. ഇത് ആക്ച്വലി എനിക്ക് എൻ്റെ എല്ലാ മോഡേൺ ഡ്രസ്സിന്റെ കൂടെയും നല്ല മാല. എങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, ഇത് രഞ്ജുയുടെ മാലയാ. അച്ഛാ ഹേ. നിനക്ക് ഗോൾഡ് വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നാ? കൊണ്ട് ഇത് നിനക്കാണ്. മറ്റേ സൈഡ് ഇതാണ് ഞാൻ ആദ്യം എടുത്തത്. നിങ്ങൾ ഇട്ട് കാണിച്ചു തരാം. ഏത് കയ്യിലിടണ്ടേ? ഇത് റഫ് യൂസ് ഒക്കെ ചെയ്യാം. ഇതൊന്ന് സൂക്ഷിക്കാൻ അവർ പറഞ്ഞു. ഇത് ഭയങ്കര സോഫ്റ്റ് ആണ്, പൊട്ടിപ്പോവും. പക്ഷെ ഇത് നീ എത്ര വേണമെങ്കിലും നിനക്ക് ഇടാം, കുഴപ്പമില്ല. കറക്റ്റ്. 2 വർഷമായിട്ട് എൻ്റെ കൂടെയുള്ള എന്നെയും നെത്തു ഞങ്ങളുടെ ഫാമിലിയുടെ കൂടെയുള്ള എൻ്റെ അനിയത്തിയാണിത്. സോ എൻ്റെ അനിയത്തിക്കുള്ള ആയിട്ടാണ് ഞാൻ കാണുന്നത്. എന്നുവെച്ചാൽ എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്.
എന്നുവെച്ചാൽ നമ്മുടെ ലൈഫിലെ നമ്മളെ ഫ്രണ്ട്സ് പോലെയാണ് ഇവരെനിക്ക്. അപ്പോൾ വളർത്തു ഗുണം. അല്ലാതെ സ്നേഹമുള്ള അമ്മയെ പോലും വഴിയെ പോകുന്നവരെ ഒന്നും അമ്മ എന്ന് വിളിക്കില്ല എന്ന് പറഞ്ഞ ടീംസിനെ പോലെയല്ല പേളി ചേച്ചി. ശ്രീനിയേട്ടന്റെ അമ്മയെയും അവരുടെ റിലേറ്റീവ്സിനെയും എന്തൊരു കരുതലോടെയും സ്നേഹത്തോടെയുമാണ് ചേച്ചി ട്രീറ്റ് ചെയ്യുന്നത്. അവരുമായുള്ള എല്ലാ വ്ളോഗിലും അത് കാണാൻ പറ്റുന്നുണ്ട്. യു ആർ ഗ്രേറ്റ്. ആരുമല്ലാതിരുന്നിട്ടും കൂടി മറ്റുള്ളവരെ സ്നേഹിക്കാനും മനസ്സിലാക്കാനുമുള്ള മനസ്സുണ്ടല്ലോ, ഇനി ഉയരങ്ങളിലെത്തും. സ്വന്തം ഭർത്താവിന്റെ അമ്മയെ പോലും അമ്മ എന്ന് വിളിക്കാത്ത സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സിന്റെ കാലത്ത് ബേബി സെറ്ററിനെ കൂടപ്പിറപ്പായി കാണുന്ന ചേച്ചി ഒരു മാലാക തന്നെ. ക്ലാസ് ആൻഡ് കൾച്ചർ എന്നൊക്കെ പറയുന്നത് ഒരിക്കലും കയ്യിലുള്ള കാശും അതുപോലെ യൂറോപ്യൻ ട്രിപ്പ് പോകുന്നതൊന്നുമല്ല, നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളെ പരിഗണിക്കാൻ പഠിക്കുന്നതാണ്. കഴിഞ്ഞ വീക്കിൽ കൃഷ്ണകുമാറിന്റെ മകൾ ഓസി പല വിവരക്കേട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾക്ക് പൈസയുടെ അഹങ്കാരമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അവൾ വിളിച്ചു പറയുന്നത്. ഇതാണ് പേളി മാണിയെ മറ്റുള്ളവരിൽ നിന്നും വളരെ വ്യത്യസ്തമാക്കുന്നത്. ഈ ഒരു മനസ്സ്, സ്വന്തമല്ലെങ്കിലും കൂടപ്പിറപ്പായി കാണാനുള്ള ആ ഒരു മനസ്സ്, അത് ആർക്കും കിട്ടുകയില്ല. ഈ ഒരു സ്വഭാവം ഒരിക്കലും മാറ്റരുത്. ലൈഫിലും ഇങ്ങനെ തന്നെ ആവണം. ഇതുകൊണ്ടാണ് പ്രേക്ഷകർക്ക് ഒരുപാട് പേളിയെ ഇഷ്ടം. ആ ദിയയൊക്കെ കണ്ടുപഠിക്കുക. അറ്റ്ലീസ്റ്റ് വായിൽ നിന്ന് വീഴുന്ന ചില വാക്കുകൾ എങ്ങനെ സംസാരിക്കണമെന്നും കണ്ടും കേട്ടും തന്നെ പഠിക്കണം എന്നുള്ളതാണ്.